ഫസ്മിന സക്കീർ, ലല്ലൂമ്പി, അവിഹിതം. ഇതൊന്ന് അങ്ങ് തീർന്ന് വരികയായിരുന്നു. അതിനിടക്കാണ് നമ്മുടെ ഷിയാസ് കരീമും മറ്റേ 60 വയസ്സായിട്ടുള്ള കിളവിയോ സ്ത്രീയോ അവരായിട്ടുള്ള അവിഹിതം. അതിന്റെ ഇടയിൽ തന്നെ വന്ന വേറൊരു ലൂപ്പാണ് ഈ സജിന നൂറ്, ഫിറോസ് ഖാന്, പിന്നെ നമ്മളെ പുട്ടുംകുറ്റി. ഇപ്പോ ഈ ലൂപ്പിലേക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ കടന്ന് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സജിന തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പുട്ടുംകുറ്റി ഇപ്പം സീനിലേ ഇല്ല. അത് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട്. അതെങ്ങനെ ഈ പുട്ടുംകുറ്റി സീനിലാണ്ട് വന്നു? ആദ്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഈ പുട്ടുംകുറ്റിന്റെയും സജിന്റെയും അവിഹിതത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 4 വർഷത്തെ പ്രണയം, സജിന ഗർഭിണിയാവുന്നു, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഈ പുട്ടുംകുറ്റി സീനിലേ ഇല്ല. ഇത് മനഃപൂർവ്വം ആക്കിയതാണോ, അല്ല ഇത് സജിന ഇത് ഇങ്ങനെ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതാണെന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇത് എവിടുന്നാ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സജിന ഒരു സ്റ്റോറി ഇടുന്നു, പുട്ടുംകുറ്റിയായിട്ടുള്ള ഒരു സ്റ്റോറി ഇടുന്നു. അതിനുശേഷം ലൈവിൽ വന്നിട്ട് നമ്മൾ 4 വർഷത്തെ റിലേഷൻ ഉണ്ട്, ഞാൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നാണ് ഈ സംഭവത്തിന് തുടക്കം. ഈ സംഭവം അനലൈസ് ചെയ്യുമ്പോഴാണ് ഫിറോസ് ഖാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഈ ഓസ്കാർ അവാർഡ് വിന്നിങ്, അതായത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ അവാർഡ് വാങ്ങിയ ഒരുത്തന്റെ റിയൽ ഫേസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു. അതിന്റെ താഴെ സീക്രട്ട് ഏജന്റ് കുട്ടി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇടുന്നു. അവിടെ നിന്നൊക്കെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. പക്ഷേ ഫിറോസ് ഖാൻ ഇതുവരെയായിട്ടും ഡയറക്റ്റ് ആയിട്ട് സജിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. സജിനെയാണ് ഫസ്റ്റ് ഈ സ്റ്റോറിയൊക്കെ ഇട്ട് ഇതിന്റെ ഒരു ലൂപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഫിറോസ് ഖാൻ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും സജിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളുണ്ട്, അത് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ സംഭവങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ വീഡിയോ വന്നതിന് ശേഷം, സജിനയുടെ ലൈവ് സ്റ്റോറി വന്നതിന് ശേഷം എല്ലാ യൂട്യൂബേഴ്സും എല്ലാ മീഡിയ അത്രയ്ക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഈ കാര്യത്തിൽ? ചർച്ച ചെയ്ത വിഷയം എന്താ? സജിനേന്റെയും പൂക്കുറ്റിന്റെയും റിലേഷൻ. പൂക്കുറ്റിയല്ല, പുട്ടുംകുറ്റി. ചില ആൾക്കാർ പൂക്കുറ്റി പറയുന്നത്, ചില പുട്ടുംകുറ്റി. നമുക്ക് പുട്ടുംകുറ്റി എന്ന് പറയാം. ഈ പുട്ടുംകുറ്റി ആയിട്ടുള്ള റിലേഷൻ അല്ലേ? അതിനുശേഷം സജിന വന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നു. അതായത് ഈ പുട്ടുംകുറ്റിയും ഞാനും ഫിറോസ് ഖാനും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധവുമില്ല, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നമ്മ രണ്ടുപേരും റിലേഷൻ ഉണ്ട് എന്നോ അങ്ങനെയൊക്കെ പറയാം, അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നമ്മളെ റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ, നമ്മൾ ഡൈവേഴ്സ് ആവാനുള്ള കാരണം പുട്ടുംകുറ്റിയല്ല എന്നാണ് സജിന പറഞ്ഞത്. അപ്പൊ അവിടെ സജിന പറഞ്ഞു വെക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പുട്ടുംകുറ്റീനെ ഒന്ന് സേഫ് ആക്കണം അല്ലേ? അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിലേഷൻ ഉണ്ട്, പക്ഷെ സേഫ് ആക്കണം. ഇപ്പൊ പുട്ടുംകുറ്റിനെ കുറിച്ചിട്ട് ഒന്നും സജിന മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഫസ്റ്റ് വീഡിയോ ചെയ്തില്ലായിരുന്നു, ആ ലൈവ് സ്റ്റോറി ഇട്ടായിരുന്നു, അത് സജിന ചെയ്തത് ചിലപ്പം ഒരു ബ്ലാക്ക് മെയിലിന് വേണ്ടിയിട്ടായിരിക്കാം. പുട്ടുംകുറ്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. ഇവള് ഗർഭിണിയാണെന്ന കാര്യം മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ ഒന്നുകില് പുട്ടുംകുറ്റി കൈയൊഴിഞ്ഞിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഇത് റിലേഷൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എങ്ങാനും നീ ചെയ്തിനെങ്കിൽ ഞാൻ അതിനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതിനുള്ള വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ടാണ് സജിന ഇത് ചെയ്തത്, ഈ സ്റ്റോറിയും ലൈവും ചെയ്തത്. അതിനുശേഷം ഇവര് കോംപ്രമൈസ് ആയിട്ടുണ്ടാവും. കോംപ്രമൈസ് ആയതിനു ശേഷം പിന്നെ സജിന വീണ്ടും ഫിറോസ് ഖാനെ, അതിനു മുമ്പേ ഫിറോസ് ഖാൻ ഈ കർമ്മ മറ്റേ ചക്ക മാങ്ങ തേങ്ങ എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു. കർമ്മ ഇപ്പൊ അവനെ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. സജിന വേറൊരു വീഡിയോ ഫിറോസ് ഖാനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇറക്കുന്നു. അതായത് ഫിറോസ് ഖാനെ അങ്ങ് തുറന്ന് കാണിക്കുന്ന അവന്റെ എല്ലാ ലീലാവിലാസങ്ങളും എല്ലാം തുറന്ന് കാണിക്കുന്നത്. സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇനിയും തെളിവുകളൊന്നും ഇതുവരെ സജിന ഒന്നും കൊടുത്തിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറെ അലിഗേഷൻ പറഞ്ഞേ ഉള്ളൂ. അലിഗേഷൻ എന്ന് പറയുന്നത്, സജിന പറഞ്ഞ അലിഗേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നല്ല. അതെല്ലാം പോസ്കോ കേസാണ്. 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമായിട്ടുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമല്ല. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് 17 വയസ്സിന് കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഇത്ര വലിയ അലിഗേഷനാണെന്ന് നോക്കണം. അതിന് പോലീസ് സ്വമേധയാ കേസ് അന്വേഷിക്കണം. കേസ് എടുക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. പോസ്കോ കേസാണ് നിലവിലുള്ളത്. അപ്പോൾ സജിന ഇതിനൊക്കെയുള്ള തെളിവുകളെല്ലാം കൊടുക്കേണ്ടി വരും കൃത്യമായിട്ടുള്ള. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് 17 വയസ്സിലെ കുട്ടിനെ പീഡിപ്പിച്ച ചങ്ങായിയാന്ന് ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞാല് അത് എത്ര വലിയ അലിഗേഷനാ? അതിന് കൃത്യമായിട്ട് തെളിവുണ്ടോ?
തെളിവ് അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ടും അവനെ ശിക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇതുവരെ ഒരു കേസെടുത്തായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു ന്യൂസിലും വന്നിട്ടില്ല ഇതുവരെ കേസെടുത്തായിട്ട്. പോലീസിന് സ്വമേധയാ കേസെടുക്കുക, ഒരു പോസ്കോ കേസല്ലേ. പിന്നെ വേറെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഈ സജിന അങ്ങ് ഡിലീറ്റ് ആക്കും. ഡിലീറ്റ് ആക്കാനുള്ള കാരണം സീക്രട്ട് ഏജന്റ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഡിലീറ്റ് ആക്കാനുള്ള കാരണം എന്റെ മക്കള് കാണാൻ പാടില്ല എന്നാണ്. എന്തൊരു വിഡിത്താന്ന് നോക്കണേ. നിങ്ങൾ വീഡിയോ ഇറക്കിയതിന്റെ 5 നിമിഷം കൊണ്ട് അതിന്റെ സ്ക്രീൻ റെക്കോർഡും സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും കയ്യിലുണ്ടാവും. ഞാൻ മുമ്പേ പറയുന്നതാണ് വീഡിയോയില്, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും. നിങ്ങൾ എത്ര ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും, എത്ര ഫോൺ ഇറേസ് ആക്കി കഴിഞ്ഞാലും, എന്ത് ചെയ്ത് കഴിഞ്ഞാലും, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വീഡിയോ എത്തേണ്ടവരടുത്ത് കയ്യിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടാവും. അതിന്റെ കോപ്പി എല്ലാവരും സൂക്ഷിക്കുന്നുണ്ടാവും. ഇത് നിങ്ങളെ മക്കള് എന്തായാലും കാണും, ഷുവറായിട്ടും കാണും. അല്ലാതെ വെറുതെ എന്റെ മക്കള് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കുന്നത് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? എനിക്ക് തോന്നുന്നു ഇവര് ആ ഡൈവേഴ്സ് ആവുന്ന സമയത്ത് ഭയങ്കര മ്യൂച്വലി റെസ്പെക്ട് ആയിട്ട് ഡൈവേഴ്സ് ആയതാണ്. അപ്പോ ഫിറോസ് ഖാനും സജിനയുടെ കുറെ കാര്യങ്ങൾ അറിയാം, സജിനക്കും ഫിറോസ് ഖാന്റെ കുറെ കാര്യങ്ങൾ അറിയാം. ഇതൊന്നും മീഡിയന് മുമ്പേ പബ്ലിസിറ്റി ആക്കേണ്ട, മ്യൂച്വലി റെസ്പെക്ട് ആയിട്ട് ഡൈവോഴ്സ് ചെയ്യാന്നുള്ള കണ്ടീഷനാണ് ഇവര് ഡൈവോഴ്സ് ചെയ്യുന്നത്. ഇനി ഡൈവോഴ്സ് കൊടുത്തില്ല എന്നാണ് സജിന പറയുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ ആ ഫസ്റ്റ് ഡൈവേഴ്സ് ആയ സമയത്ത് മീഡിയയിൽ വന്നിട്ട് ഇതൊന്നും പറയേണ്ടുന്നത്. ഇപ്പോ പുട്ടുംകുറ്റിയായിട്ടുള്ള റിലേഷൻ പുറത്തു വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഫിറോസ് ഖാന്റെ ഈഗോ ഹേർട്ടാവും അല്ലേ. എന്നെ വെച്ച് തന്നെ വേറൊരു റിലേഷൻ വെക്കുന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഈഗോ ഹേർട്ടാവും. ഇത് പെണ്ണായാലും ശരി ആണായാലും ശരി, ആ ഈഗോ എന്തായാലും ഹേർട്ടായും. അതിൽ അവരോട് മാക്സിമം ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫിറോസ് ഖാൻ ഇത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ വീഡിയോസ് ഇറക്കിയത്. പക്ഷെ അതിൽ ഡയറക്റ്റ് ആയിട്ട് സജിനേന്റെ പറഞ്ഞില്ല, അവന് ദേഷ്യം മുഴുവൻ പുട്ടുംകുറ്റിയോടാണ് അല്ലേ. ഇപ്പൊ എന്തായി, ഇപ്പം ഈ സജിനയും ഫിറോസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നില്ലാതെ അതിൽ ഈ പുട്ടുംകുറ്റി നൈസായിട്ട് എസ്കേപ്പ് ആയി. പുട്ടുംകുറ്റിന്റെ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല. പുട്ടുംകുറ്റിക്ക് ഓൾറെഡി ഒരു ഭാര്യയും കുട്ടികളും ഫാമിലിയൊക്കെ ഉണ്ട്. അതിനിടക്കാണ് ഇവളുടെ കൂടെ ഈ ഡിങ്കോ ഡാൽഫി അല്ലേ. ഇപ്പൊ പുട്ടുംകുറ്റിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല, മാധ്യമങ്ങളിലും ചർച്ച ചെയ്യില്ല, ആരുടെ ചർച്ച ചെയ്യില്ല. അതിനിടയ്ക്ക് സീക്രട്ട് ഏജന്റ് വന്നിട്ട് വേറൊരു കാര്യം, മലപ്പുറത്തെ ഏതൊരു ചെങ്ങായിനെ പറ്റിച്ച ചെങ്ങായി പറ്റിച്ചുള്ള ഒരു 1-2 വീഡിയോ ചെയ്തതിന് ശേഷം സീക്രട്ട് ഏജന്റും അത് ചെയ്യുന്നത് ചിലപ്പോൾ ചെയ്യായിരിക്കും, എന്താണെന്ന് കാര്യം അറിയുന്നില്ല. പുട്ടുകുറ്റി അത് നൈസായിട്ട് ഈ വിഷയത്തിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്. അത് എസ്കേപ്പ് ആക്കിയത് സജിന തന്നെയാണ്. പുട്ടുംകുറ്റിയുള്ള ചർച്ച വരാൻ പാടില്ല എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് ഫിറോസ് ഖാന്റെ എതിരെയുള്ള എല്ലാ ആലിഗേഷനും പുറത്തേക്ക് വിട്ടു. അപ്പൊ ഇനി ഫിറോസ് ഖാനാണല്ലോ ടാർഗറ്റ്. ഇനി ഫിറോസ് ഖാന്റെ പുറകെ യൂട്യൂബറും ബാക്കിയുള്ള ഈ മീഡിയാസും എല്ലാം ഫിറോസ് ഖാന്റെ പുറകെ പോകും. പുട്ടുംകുറ്റീനെ ആ സീനിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിവാകും. ഇതാണ് പ്ലാൻ എനിക്ക് തോന്നിയ കാര്യം. അപ്പൊ ഈ സജിന വെച്ച അലിഗേഷനിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോസ്കോ ഉള്ളത് 17 വയസ്സിലെ കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. പിന്നീടുള്ള കാര്യം, ബിഗ് ബോസിന്റെ ഒരു താരമായിട്ടുള്ള ഏതോ ഒരു ഡിങ്കോ ഡാൽഫി, പിന്നെ സൂര്യ ജോഡി നമ്പർ 1 എന്തോ ഒരു പരിപാടിക്ക് ആടുന്ന ഒരു ഫ്രഞ്ച് കിസ് കടിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ഫസ്റ്റ് ഭാര്യേന ഇതിനും കൂടുതലും സ്വർണത്തിന്റെ പേരിലും മറ്റേ പേരിലും മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള കുറെ കാര്യങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള കുറെ കാര്യങ്ങൾ. ഇതിൽ ആ ഫ്രഞ്ച് കിസ് അടിച്ചത് നമ്മുടെ കൈസിന്റെ ചാനലിലൂടെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ട് ആ അന്നേരം സജിനിയും ഫുള്ളായിട്ട് നാറി, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, കള്ളു കുടിക്കാറില്ല, സിഗരറ്റ് മാത്രമേ വലിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ സജിന അതിന്റെ സത്യാവസ്ഥ കേസിന്റെ ചാനലിൽ കൂടെ ആ സ്ത്രീ എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിഗരറ്റ് മാത്രമെന്നല്ല, എന്തോ ഗുളികയൊക്കെ പൊടിച്ചിട്ട് ഉള്ളിലിട്ട് വലിക്കുന്നുണ്ട്, ഇവരും വലിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതും പിന്നെ ഫിറോസ് ഖാൻ ഫ്രഞ്ച് കേസൊന്നുമല്ല, ബലമായിട്ട് ചുംബിച്ചതാണ്, കൈക്ക് ചുംബിച്ചതാണ്, അതിന്റെ ഇടയിൽ അവർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അത് ചീഞ്ഞളിഞ്ഞു പോവാൻ. അല്ലെങ്കിൽ ബിഗ് ബോസ് താരത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസിൽ ഉണ്ടായപ്പോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന്റെ അടിയിൽ പിന്നെ കുറെ ആൾക്കാർ ഈ നമ്മളെ സൂര്യ ഉണ്ടല്ലോ, അപ്പൊ മണിക്കൂട്ടന്റെ ക്രഷ്, ഞാൻ മണിക്കൂട്ടന്റെ ക്രഷാന്ന് ആ ഒരു ഉണ്ടായിരുന്നല്ലോ, ആ സൂര്യയുടെ പേര് എല്ലായിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന് ഇപ്പൊ സൂര്യ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം.
ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻസ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതോലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. അപ്പോ കേട്ടല്ലോ, ഇതാണ് സൂര്യ പറഞ്ഞിട്ടുള്ളത്. സൂര്യക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊക്കെയാണ്. അതിന് താഴെ സജിന കമന്റ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ആ കമന്റ്സ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിന് സൂര്യ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും രണ്ടുപേരും നാറുന്നുണ്ട്. പക്ഷെ ആ പുട്ടുംകുറ്റി അടുപ്പിൽ വെച്ച ഗ്യാസിൽ വെച്ച ആ പുട്ടുംകുറ്റിന്റെ കാര്യം എല്ലാവരും കൂടി ഒന്നുകൂടി നോക്കണം. ആ പുട്ട് വെന്ത് അവിടെ നിൽക്കുന്നുണ്ട്, അത് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇടണം. ഇതാണ് ഞാൻ പറയാനുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്ക് ഈ മീഡിയയിലും കൂടിയും പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അവര് സ്വയമായിട്ട് വീഡിയോ ചെയ്യുന്ന അറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന്റെ സീക്രട്ട് ആയിട്ട് പോയിട്ട് കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. പക്ഷെ പുട്ടുംകുറ്റി ഒരേ കാര്യം മനസ്സിലാകുന്നുണ്ട്, പുട്ടുംകുറ്റി കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതങ്ങനെ വിടാൻ പാടില്ല. അതിന്റെ സത്യാവസ്ഥ പുറത്ത് അറിയണം എന്നാണ് പറയുന്നത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.